ആവിർഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ, വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടിൽ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന മാതൃകാ പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിൽ സുന്ദരവും സമാധാനപരമാണ് ഒരു കുടുംബ ജീവിതം എന്ന് സമർത്ഥിക്കലാണ്, നിങ്ങളോട് അറിയിക്കലാണ്. കുടുംബമെന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്, അല്ലാതെ കൂടുമ്പോൾ അമ്പുകൾ ഉണ്ടാകുന്നതെന്നല്ല. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന രീതിയിൽ എന്റെ നിങ്ങളെ കുടുംബം മാറണമെന്ന ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്തിലാണ് ഹാപ്പി ഫാമിലി അഥവാ സന്തുഷ്ട കുടുംബം എന്നൊരു വിഷയമായി ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അത് യഥാവിധി പറയുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ യുവ സുഹൃത്തുക്കൾ, ഈ ബൗണ്ടറിക്ക് പുറത്തു നിൽക്കുന്നവർ, ദൂരെ കാഴ്ചയായി കാണുന്നവർ, ഈ മജ്‌ലിസിന്റെ വെളിയിൽ നിൽക്കുന്നവർ, വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് ഉണർത്തുന്നു, ഇതിനകത്ത് തയ്യാറാക്കിയിരിക്കുന്ന ബാക്കിയായി വെച്ചിരിക്കുന്ന ആ കസേരകൾ ഒന്ന് നിവർത്തി ഇട്ടിട്ട് അതിൽ ഇരുന്നാൽ വളരെ സന്തോഷകരമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആ രീതിയിൽ അനുസരണയുള്ള, ഇച്ഛാശക്തിയുള്ള, പുണ്യങ്ങൾ ആർജിച്ചെടുക്കാൻ മോഹിക്കുന്ന ഒരു തലമുറയായി, ഒരു ഇസ്സത്തുള്ള മുസ്ലിമായി അല്ലാഹു നമ്മൾ ഓരോരുത്തരെയും കബൂൽ ചെയ്യുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. 14 നൂറ്റാണ്ടിന് മുമ്പ് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന്റെയും വാതില്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ടാണ് മുഴുവൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തുന്നത്. അത് ആണാകട്ടെ പെണ്ണാകട്ടെ. ആധുനിക കാലഘട്ടത്തിൽ കോടതിയിലേക്ക് ചെല്ലുന്നത് പോലെ, വനിതാ കമ്മീഷന്റെ അടുക്കലേക്ക് ചെല്ലുന്നത് പോലെ, മനുഷ്യാവകാശത്തിന്റെ ദംസനം നടക്കുന്നതായ അതിന് മാനുഷിക മൂല്യങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നവരുടെ സഭകളിലേക്ക് ചെല്ലുന്നത് പോലെ, പണ്ട് കാലത്ത് നൂറ്റാണ്ട് 14 മുമ്പ് ഏത് പ്രശ്നമുണ്ടായിരുന്നാലും മുട്ടുവാനുള്ള ഒരൊറ്റ വാതില് ലോകത്തിന്റെ ഗുരുനാഥൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ വാഹകനായ ലോകത്തെ പരിലസിച്ചു നിൽക്കുന്ന നൂറ്റാണ്ട് 14 കഴിഞ്ഞിട്ടും ആവശ്യ മനോഹരമാകുന്ന മന്ദസ്മിതം തൂകുന്ന പുഞ്ചിരി വിടരുന്ന ആ ചെഞ്ചുണ്ടുകളിൽ നിന്ന് വിടരുന്ന ആ അർത്ഥവത്തായ വാക്കുകൾക്ക്, വചനങ്ങൾക്ക്, വചസ്സുകൾക്ക് ഈ ആധുനിക ടെക്നോളജിയുടെ കാലഘട്ടത്തിലും ചെവി കോർത്തു നിൽക്കുന്ന ദൈക്ഷണിക ബുദ്ധിശാലികൾ ഇന്ന് ലോകത്തുണ്ടാകുമ്പോ നമുക്ക് കടന്നു പോകാൻ അവലംബമായി ഒരേ ഒരു നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീടുമായി അന്വേഷിച്ചുകൊണ്ട് പ്രവാചകന്റെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് യുവതിയാകുന്ന ഒരു സ്ത്രീ കടന്നു വരികയാണ്. പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. മഹാനായ പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് അന്വേഷിക്കുന്ന അവസരത്തിൽ മഹാനായ പ്രവാചക പുൻഗവർ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിനകത്തില്ല. മഹദിയാകുന്ന ആയിഷ 2000ഓളം ഹദീസുകൾ ലോകത്തേക്ക് നൽകിയ ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ നിറകുടമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരുമ മകളായ എന്റെ ആയിഷ എന്ന പ്രവാചകൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയാണ് എടുത്തു കാണിച്ച ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ എന്ന നമ്മുടെ ഉമ്മ വീട്ടിനകത്തേക്കുമ്പോ വരുന്ന സ്ത്രീയെ ശ്രദ്ധിച്ചു നോക്കുന്ന അവസരത്തിൽ സങ്കടത്തിന്റെ 1000 തിരമാലകൾ അലയടിക്കുന്ന മുഖഭാഗം കണ്ടപ്പോൾ കഴിഞ്ഞ ആഴ്ച മണവാട്ടിയായി, സുന്ദരിയായി, മനോഹരമാകുന്ന വസ്ത്രം ധരിച്ച് പുതുനാരിയായി നിന്ന യുവതി ഒരാഴ്ച കഴിഞ്ഞ് തന്റെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് വരുമ്പോൾ ഖിന്നയായി, ദുഃഖിതയായി, പരിഭ്രാന്തിയോടുകൂടി വരുന്ന കണ്ട ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്താ സഹോദരി, കഴിഞ്ഞ ആഴ്ച നിന്നെ ഞാൻ കണ്ടതാണ്, കഴിഞ്ഞ ആഴ്ച നിന്നെ കണ്ടതാണ് പുതുനാരിയുടെ വേഷത്തിൽ, സുന്ദരിയാകുന്ന മനോഹരമാകുന്ന മുഖകമലത്തോടുകൂടി നിന്നെ കണ്ടേ, ഇന്നെന്താണ് സംഭവിച്ചിരിക്കുന്ന? ഒരാഴ്ചയുടെ മധുവിധുവിന്റെ രാവുകൾ കൊയ്തു തീരുന്നതിന് മുമ്പ് തന്നെ ആയി. അത് കഴിഞ്ഞു കിടക്കുന്നതിന് മുമ്പായി നിന്റെ മുഖഭാവത്തിന്റെ സന്തോഷം കളിയാടുന്ന മുഖഭാവം അസ്തമിച്ചു പോയതെന്താണെന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്ന അവസരത്തിൽ ആ വന്ന സ്ത്രീ പ്രവാചക പത്നിയോട് പറഞ്ഞല്ല, ആയിഷ ബീവിയെ, ഞാൻ വന്നത് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുവാൻ, പ്രവാചകനോട് ഒരു പരാതി ബോധിപ്പിക്കുവാനുമാണ് കടന്നു വന്നത്. മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വന്ന യുവതിയോട് ചോദിച്ചു പോയല്ല, പെങ്ങളെ, കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞതിന്റെ മനോഹരമാകുന്ന ദിവസങ്ങളുടെ കഴിഞ്ഞ
കഴിഞ്ഞു പോകുമ്പോ ഏതൊരു പരാതി ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് വീട്ടിന്റെ അകത്തളത്തിലേക്ക് നീ കടന്നു വന്നതെന്ന് ആ സഹോദരിയോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്ന അവസരത്തിൽ വന്ന സഹോദരി ആയിഷ ബീവിയോട് പറഞ്ഞു, എന്റെ പ്രവാചകനോട് പറയാൻ വന്നതാണ്, അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞുകൊണ്ട് അതിന് ആശ്വാസം സമാധാനം കണ്ടെത്താൻ വേണ്ടിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്നോട് നീ പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് മടങ്ങി വരുമ്പോ ഞാൻ പരാതി പ്രവാചക മുന്നിലേക്ക് തുറന്നു കൊടുക്കുന്നതാണ്. അവസാനം ഗദ്ഗതത്തോടുകൂടി നിറഞ്ഞ കണ്ണുകളുമായി വിവാഹിതയാകുന്ന ഒരു പെണ്ണതാ പരാതി പറയുന്നു, അല്ല ആയിഷ, പ്രവാചക ജീവിതത്തിന്റെ വെളിച്ചമായ പ്രകാശമായ പ്രവാചക ഭംഗിയാകുന്ന ആയിഷ ബീവിയെ, വിവാഹ ജീവിതത്തിന്റെ സന്തോഷ നിർമ്മിഷമാകുന്ന ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന അല്ലയോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട ആയിഷ, എനിക്ക് നിങ്ങളോട് പറയുവാറുള്ള എന്റെ ജീവിതത്തിനെ സംബന്ധിച്ചുകൊണ്ടാണ്. ഒരു പെണ്ണാകുന്ന ഞാൻ ഒരുപാട് സ്വപ്നങ്ങളായി അഭിലാഷങ്ങളായി മോഹങ്ങളായി കടന്നു ചെല്ലുന്ന എന്റെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തമായി ഞാൻ സങ്കല്പിക്കുന്ന, അതല്ല ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ കോടാനുകോടി പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്ന വിവാഹ ജീവിതത്തിന്റെ അതിമനോഹരമാകുന്ന അനിന്ന സാധാരണമാകുന്ന ദിവസങ്ങളുണ്ടല്ലോ, ഭർത്താവുമായി ഒന്നിച്ചുള്ള ജീവിതത്തിന്റെ അമൂർത്തമാകുന്ന ഭാഗങ്ങളോ. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിവാഹ ജീവിതത്തിൽ കടന്നു വന്നിട്ട് എന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് തൊടുകയോ, എന്നോട് സുഖാന്വേഷണം നടത്തുകയോ, എന്നോട് സല്ലപിക്കുകയോ, എന്റെ സന്തോഷത്തിൽ പങ്കെടുക്കുകയോ, എന്റെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുകയോ, എന്നോടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹമില്ലാത്ത രീതിയിൽ എന്റെ ഭർത്താവിന് ഒരു ഭാര്യയുടെ ഒരു സ്ത്രീയുടെ ആവശ്യകതയില്ല, കുടുംബ ജീവിതത്തിന്റെ ആവശ്യകതയില്ല. പകല് മുഴുവനും നോമ്പിലായി, രാത്രി മുഴുവനും നിസ്കാരത്തിലായി, അല്ലാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന സൂഫിയോനാകുന്ന എന്റെ ഭർത്താവിന് ഒരു കുടുംബ ജീവിതത്തിന്റെ ആവശ്യകത ഞാൻ മനസ്സിലാക്കുന്നില്ല ആയിഷ. അതുകൊണ്ട് നെടുവീർപ്പുമായി വന്നിരിക്കുന്ന എനിക്കൊരു പ്രശ്നപരിഹാരം നൽകണമെന്ന് പ്രവാചകനോട് പറയുവാൻ വേണ്ടിയാണ് കടന്നു വന്നെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അല്ലയോ പ്രിയതമ, കുടുംബജീവിതത്തിന്റെ മാതൃക ലോകത്തേക്ക് പറഞ്ഞു കൊടുത്ത, പഠിപ്പിച്ചു കൊടുത്ത, കാണിച്ചു കൊടുത്ത ലോകത്തിന്റെ ഒരു ഗുരുനാഥനുണ്ടെങ്കിൽ അത് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പ്രവാചകന്റെ മുന്നിലേക്ക് പ്രശ്നമത തുറന്നു കൊടുക്കുമ്പോ ആരാണ് ഭർത്താവെന്നറിയുമോ? വിശുദ്ധമാകുന്ന മദീനയിലേക്ക് ചെല്ലുന്ന പെങ്ങളെ, സഹോദരന്മാരെ, ജന്നത്തുൽ ബഖയിലേക്ക് സിയാറത്തിനായി നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ആയിരക്കണക്കിന് സഹാബത്തിന് അടക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് മഹാരഥന്മാരുടെ ശരീരത്തിനെ സ്വീകരിച്ചിരിക്കുന്ന ഇമാമുന മാലിക് ഇമാമിനെ പോലെ, നാഫി ഇമാമിനെ പോലെ, ഫാത്തിമ ബിയെ പോലെ, പ്രവാചകന്റെ പൊന്നോമന പുത്രൻ ഇബ്രാഹിമിനെ പോലുള്ള ഒരുപാട് വേണ്ടതായ ശരീരത്തിനെ സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിന്റെ ഏറ്റവും സർവശ്രേഷ്ഠമാകുന്ന ശ്മശാനം ഏതെന്ന് ചോദിച്ചാൽ, ആ ജന്നത്തുൽ ബഖയിലേക്ക് കബറടക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനാരെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ മനുഷ്യനാരെന്ന് ചോദിച്ചാൽ അത് ഉസ്മാൻ ഇബ്നു മളൂനാണെന്ന മറുപടിയാണെങ്കിൽ ആ വന്ന പെണ്ണ് മറുപടി കൊടുത്തത് അവിടെ ഭർത്താവ് ഉസ്മാൻ ഇബ്നു മളൂനാണ്. ഉസ്മാൻ ഇബ്നു മളൂൻ, ആ ഉസ്മാൻ ഇബ്നു മളൂനാണ് ഭാര്യയുടെ കടമകൾ നിർവഹിക്കാതെ മാറി നിൽക്കുന്നറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു മളൂനെ വിളിക്കുകയാണ്, അല്ല ഉസ്മാൻ, എന്താണ് നിന്റെ ഭാര്യയോട് നീ കടമകൾ നിർവഹിക്കാത്തത്? മഹാനായ ഉസ്മാൻ ഇബ്നു മളൂൻ റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞതെന്താ? യാ റസൂലല്ലാഹ്, എന്റെ യൗവന കാലഘട്ടം പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കുവാനായി പകലുകൾ നോമ്പുകളായി, രാവുകൾ നിസ്കാരമായി, ഇബാദത്തിലായി കഴിയാൻ ഞാൻ ആഗ്രഹിച്ചു. അല്ലാതെ ഭാര്യയോട് എനിക്ക് വിഷമമില്ല, പ്രയാസമില്ല, അവളെ സൗന്ദര്യം കുറവായതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. എന്നാലും പ്രവാചകൻ എന്റെ കുടുംബ ജീവിതത്തിനേക്കാളും പ്രധാനമായി പടച്ചവനുമായിട്ടുള്ള ബന്ധത്തിന് ഞാൻ മുൻധാരണ കൊടുത്തത് കൊണ്ടാണെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മറുപടി കൊടുത്തതെന്താ? ഓ ഉസ്മാൻ,
നിങ്ങളിൽ അല്ലാഹുമായിട്ട് ഏറ്റവും അഭേദ്യമായ ബന്ധമുള്ളത് ആരെന്ന് ചോദിച്ചാ, ലോകത്തിലെ നമ്പർ 1 വിശ്വാസി ആരെന്ന് ചോദിച്ചാ ഞാനാണ് ഉസ്മാൻ. എന്നിട്ടും ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്, സുന്ദരമാകുന്ന ജീവിതം ഞാൻ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഉസ്മാനെ, കുടുംബ ജീവിതത്തിന്റെ മഹത്വം മനസ്സിലാക്കി നീ പ്രയാണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കുടുംബ ജീവിതത്തിന്റെ സന്തുഷ്ടമാകുന്ന ഭാഗത്തെ വരച്ചു കാട്ടുന്നു. ഇന്ന റജുല ഇദാ നളറ ഇലാ ഇംറഅതിഹി ونظرت إليه نظر الله إليه ما نظر الرحمن. അടിവാരത്തുള്ള തിരുവമ്പാടിയിലുള്ള അതുപോലെ പുതുപ്പാടിയുള്ള യുവ സുഹൃത്തുക്കളെ, ഭർത്താക്കന്മാരെ, അതല്ല ഭർത്താവാകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരെ, ഭാര്യയാകാൻ ആഗ്രഹിച്ചിരിക്കുന്ന പെങ്ങളെ, അതല്ല കുടുംബജീവിതത്തിന്റെ മഹോന്നതമാകുന്ന നാളുകളിൽ കടന്നു പോകുന്നവരെ, വിശിഷ്ടമാകുന്ന ഇസ്ലാമിന്റെ അടിത്തറയിൽ എന്താണ് വിവാഹ ജീവിതമെന്ന് പ്രവാചകൻ ചെറിയ വാക്കിലൂടെ പഠിപ്പിക്കുന്നു. ഇദാ നളറ റജുലു ഇലാ ഇംറഅതിഹി, ഒരു ഭർത്താവ് തന്റെ ഭാര്യയിലേക്കൊന്ന് നോക്കിയാൽ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയിലേക്കൊന്ന് നോക്കിയാൽ, ഭാര്യ ഭർത്താവിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നളറല്ലാഹു ഇലൈഹിമാ നളറ റഹ്മാൻ. അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന അടിമകളെ, പടച്ചവനോട് എപ്പോഴും ദുആ ചെയ്യാറില്ലേ? അല്ലാഹുവേ, നീ ഞങ്ങളോട് റഹ്മത്തിന്റെ നോട്ടം നോക്കണമല്ലാ. എന്നാൽ ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ, ഭാര്യയുടെ മുഖകമലത്തിലേക്ക് ഭർത്താവ് സന്തോഷത്തോടുകൂടി ഒന്ന് നോക്കിയാൽ, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് സന്തോഷത്തൊന്നും നോക്കിയാൽ, ആരാണ് രണ്ടുപേരിലേക്ക് നോക്കുന്നത് അറിയുമോ? സർവ്വലോകങ്ങളുടെ രാജാവാകുന്ന അധിപനാകുന്ന പടച്ച തമ്പുരാൻ. നളറല്ലാഹു ഇലൈഹിമാ, സന്തോഷത്തോടുകൂടി ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജാതിരാജനാകുന്ന അല്ലാഹു തആല ആ ദമ്പതികളിലേക്ക് റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ വശ്യമാകുന്ന നോട്ടം നോക്കുമെന്ന് ഒരിക്കലും കള്ളം പറയാത്ത നാവുകൊണ്ട് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. ഇത് പോരാ, ഇത്രയോ വലിയ സദസ്സിരുന്നിട്ട് മുഹമ്മദിനിൽ മുസ്തഫ അല്ലേ? ഭാര്യ ഭർത്താവിലേക്കൊന്ന് നോക്കിയാൽ, കോപത്തിന്റെ നോട്ടമല്ല, സ്നേഹത്തിന്റെ നോട്ടമെന്ന് നോക്കിയാൽ, ഭർത്താവിലേക്ക് ഭാര്യ എന്ന് നോക്കിയാൽ, ഇതെപ്പോഴാ സമയം കിട്ടണേ നോക്കാൻ? സുബഹ കഴിഞ്ഞ് എഴുതുന്നു, പിന്നെ രാത്രി തിരിച്ചു പോകുന്നു. ഇതിനിടയിൽ എവിടെ റഹ്മത്തിന്റെ നോട്ടം നോക്കാൻ സമയം? അല്ലേ? ശരിയല്ലേ? നോക്കിയത് എപ്പോഴാ? പെണ്ണ് കാണാൻ പോയപ്പോഴാ, അന്നാണ് നോക്കിയത്, പിന്നെ നോക്കിയിട്ടില്ല. ഇപ്പൊ നടക്കെങ്ങനെയാണ് അല്ലേ? അന്യ പെണ്ണിനെ 10 മിനിറ്റ് നോക്കിയാലും ഭാര്യ ഒന്നും നോക്കത്തില്ല. ഭാര്യയുടെ നോട്ടത്തിന്റെ സൗന്ദര്യം അറിയണമെങ്കിൽ അയൽവാസിയുടെ വീട്ടിൽ നിന്നിട്ട് എത്തി നോക്കണം ഭാര്യയിലേക്ക്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്ത് നോക്കുമ്പോഴേ സൗന്ദര്യം കൂടുമല്ലോ, ഇല്ലേ? അങ്ങനത്തെ കാലഘട്ടത്തിലാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ നോക്കാൻ എപ്പോഴാ? ഭർത്താവ് പൊതിയുമായിട്ട് വരുന്നതാണ് ഭാര്യയുടെ നോട്ടം. വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ പറഞ്ഞയച്ച പൊതി കയ്യിലുണ്ടോ? ഇല്ലേ? അതില്ലെങ്കിൽ അന്നത്തെ ദിവസം ഹലാക്കിന്റെ അവലും കഞ്ഞിയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, കുടുംബം എന്ന് പറയുമ്പോൾ ആ ദിവസം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പുട്ടിനിടയിൽ തേങ്ങയിട്ട് ഞാനങ്ങ് പോകും, കൂട്ടത്തിലങ്ങ് വരണം. ഇതൊരു മഹേശ്വര പ്രളയം പോലെ പറയാൻ പറ്റത്തില്ല, മരണം പോലെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല, മറ്റുള്ള വിഷയങ്ങളെ പോലെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ഇതൊരു മേമ്പടിയോടുകൂടി കുറച്ചിങ്ങനെ പറഞ്ഞ് അതിങ്ങളിലേക്ക് അത് ഇറക്കി ചെന്ന് സൂചന കൊടുത്തേ പോകാൻ പറ്റൂ. ചിരിക്കാൻ പറ്റുന്നവർ ചിരിക്കുക, പറ്റാത്തവർ ആയി അടച്ചുകൊണ്ട് മിണ്ടാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആധികാരികമായി നിങ്ങളോട് സൂചിപ്പിക്കുന്നു, നിങ്ങൾ എന്നാ വിവാഹത്തിന് ശേഷം സന്തോഷത്തോടുള്ള ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ? എപ്പോഴാ നോക്കുന്നേ? ദുനിയാവിന് എന്തെങ്കിലും ഭൗതികപരമാകുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പോകുമ്പോ, അല്ലാതെ ആത്മാർത്ഥമായി ഭർത്താവിന്റെ മുഖത്ത് നോക്കി സന്തോഷമോ ഈ കാലമാട വന്ന് കയറിയതോരാണ് എന്റെ ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടു, എത്ര സുന്ദരന്മാരുണ്ടായിരുന്നു. അങ്ങനെ പുറത്തു പറയാതെ കഴിയുന്നവരുണ്ടാകാം, വീട്ടിൽ ചെന്ന് അടിയൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ ഭർത്താവ് വിവാഹം കഴിഞ്ഞിട്ടാണ് ഞാൻ അവളെ കണ്ടത്, ഇവളെ കണ്ടത്, ഇവളെക്കാലം അവള് തന്നെ കൊള്ളാം.
ആട്ടോക്കാരൻ്റെ നമ്മളെ സഹോദരിമാർക്ക് 25 മിനിറ്റ് വരെ സംസാരിക്കാം. പക്ഷെ ഭർത്താവിൻ്റെ 5 മിനിറ്റ് സംസാരിക്കാൻ പോലും സമയമില്ല. ഇന്നത്തെ കാലഘട്ടം അതാണ്. 3 പ്രസവിച്ച സ്ത്രീയും പോകുന്നു 17കാരൻ്റെ കൂടെ. എന്താ കുഴപ്പം? ഞാൻ തുറന്നു പറയുക. തട്ടത്തിൻ മറയത്തിന്റെ സിനിമ വന്നപ്പോ എന്തായി? മറ്റൊരു മതക്കാരന്റെ കൂടെ പോണത് ഒരു ട്രെൻഡായി മാറി. രഘുവിന്റെ റസിയ എന്ന സിനിമ പേര് കടന്നു വന്നപ്പോ രഘുവിന്റെ കൂടെ റസിയ പോയപ്പോ നമ്മളെ പെൺപിള്ളേരും അങ്ങോട്ട് പോകാൻ തുടങ്ങി. അല്ലെ, കണ്ണൂരിൽ നിന്ന് എത്ര പേരെ പിടിച്ചത് മറ്റുള്ള മതക്കാരെ വീട്ടിൽ കയറ്റിയത്. ഗൾഫിൽ അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, അവന്റെ സമ്പത്ത് ഡ്രാഫ്റ്റ് ആയിട്ട് വരുന്നു, അവനെ സ്വീകരിച്ചുകൊണ്ട് അടിച്ചു പൊളിക്കുന്നു. അവന്റെ സമ്പത്തിനെയും അവളുടെ ശരീരത്തിനെയും സൂക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. ഇതൊരു ഭാഗം. മറുഭാഗത്ത് ഭർത്താവ് ഭാര്യ ചതിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ വിശുദ്ധമാകുന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത് ഭാര്യ ഭർത്താവിനെ സന്തോഷത്തോടെ ഒന്ന് നോക്കിയാൽ, ഒന്ന് നോക്കണം. ശ്രദ്ധിച്ചെന്ന് നോക്കുമ്പോഴാണ് ആത്മാർത്ഥമായ ആ നോട്ടത്തിലാണ് ഭാര്യയുടെ സൗന്ദര്യം തിരിച്ചറിയാൻ പറ്റുക. ഭാര്യ ഭർത്താവിനെ നോക്കട്ടെ, സന്തോഷത്തോടുകൂടി നോക്കിയാൽ രാജാതിരാജനായ പടച്ചതമ്പുരാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, ഭർത്താവാകാനും ഭാര്യയാകാനും ചമഞ്ഞിരിക്കുന്ന യുവ സുഹൃത്തുക്കളെ, രാജാതിരാജനാകുന്ന പടച്ചതമ്പുരാൻ നമറല്ലാഹു ഇലൈഹിമാ, നിങ്ങളിലേക്ക് പടച്ചതമ്പുരാൻ റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാണ്. പ്രഭാതത്തിൽ നീ വീട് വിട്ടു പോകുന്ന അവസരത്തിൽ ഒരു കാരുണ്യത്തിന്റെ നോട്ടം നിങ്ങൾ പരസ്പരം ഒന്ന് നോക്കിക്കേ. അവസാനം കിടന്നുറങ്ങാൻ പോകുമ്പോൾ കാരുണ്യത്തിന്റെ നോട്ടം ഒന്ന് നോക്കിക്കേ. പകല് മുഴുവനും അല്ലാഹുവിന്റെ നോട്ടത്തിലല്ലയോ, രാവ് മുഴുവനും അല്ലാഹുവിന്റെ നോട്ടത്തിലല്ലയോ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? വൈദാ അഖദ ബികഫിഹാ ഭാര്യ ഭർത്താവ് ഭാര്യയുടെ കരങ്ങളൊന്ന് പിടിച്ചാൽ, ഭാര്യയുടെ കൈവിരലുകളൊന്ന് കോർത്തു പിടിച്ചാൽ, ഭാര്യയുടെ കരങ്ങൾ ഭർത്താവൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നൂറ്റാണ്ട് 14 മുമ്പ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറയുടെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. ആരാണ് ഭാര്യ, ആരാണ് ഭർത്താവ്, ഏതാണ് സന്തുഷ്ട കുടുംബമെന്ന് ചോദിക്കപ്പെടുന്നവരോട് ഞാൻ മറുപടി പറയുകയാണ്. ഒന്ന് ഭാര്യയുടെ കരങ്ങളൊന്ന് പിടിക്കുമോ? ഒന്ന് ഭാര്യയുടെ കരങ്ങളൊന്ന് പിടിച്ചാൽ അവളുടെ മനസ്സൊന്ന് സന്തോഷിക്കുമല്ലോ, ഭർത്താവിന്റെ മനസ്സൊന്ന് സാന്ത്വനിക്കുമല്ലോ. അതിലുപരിയായി എന്താണ് സംഭവിക്കുന്നത്? രണ്ടുപേരുടെയും കൈകൾക്കിടയിലൂടെ അവർ രണ്ടുപേരുടെ പാപങ്ങളതാ പൊഴിഞ്ഞു പോകുന്നതാണ്. രണ്ടുപേരുടെ പാപങ്ങളതാ പൊഴിഞ്ഞു പോകുന്നതാണ്. രണ്ടുപേരുടെ പാപങ്ങളതാ പൊഴിഞ്ഞു പോകുന്നതാണ്. ഒരു ഇസ്തിഗ്ഫാറിന്റെ അവസരം അവിടെ ഒതുക്കുന്നില്ല. കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യണമെന്ന അവസരം ഒതുക്കുന്നില്ല. പ്രപഞ്ചത്തിലെ അനിന്യ സാധാരണമാകുന്ന നിമിഷമുള്ള ഭൂത്തുലയുകയാണ്. ഭർത്താവ് ഭാര്യയുടെ കരങ്ങളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെ പാപങ്ങള് പുറത്തു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദിനിൽ മുസ്തഫ. ഇടയ്ക്കിടയ്ക്ക് ഷേഖ് ഹാൻഡ് കൊടുക്കണമെന്നോ, ഇടയ്ക്കിടയ്ക്ക് ഷേഖ് ഹാൻഡ് കൊടുക്കണമെന്നോ. അസ്സലാമു അലൈക്കും, സുഖം തന്നെ എന്നൊന്ന് ഭാര്യക്ക് കൈ കൊടുക്കണോ. കൈ പിടിച്ച് ഒടിച്ചില്ലെങ്കിൽ ഭാഗ്യം. ഇന്നത്തെ രാത്രി ഒന്ന് കൈ കൊടുത്തളയില്ലേ, കളിയാക്കും. എനിക്ക് മനസ്സിലായി, ഇന്ന് ഉസ്താദ് പറഞ്ഞിട്ടാണ് ഇന്ന് കൈ തന്നത്. 10-25 കൊല്ലം ഇതുവരെ കൈ തരാത്ത മനുഷ്യനിതാ ഇന്നിപ്പോ കൈ തന്നിരിക്കുന്നു. എത്ര കുഴികളിൽ ഞാൻ വീഴുന്നു, അപ്പോഴൊന്നും കൈ തന്നില്ല. അടുക്കളയിൽ നിന്ന് കാലിലിട്ട് 2-3 പ്രാവശ്യം വീഴുന്നു, അപ്പോഴും കൈ ചോദിച്ചിട്ട് തന്നില്ല. ഇന്നതാ കൈ നീട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ശരിയല്ലേ? കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? എനിക്ക് ഇവിടത്തെ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല തന്നെ, പിന്നെ കുഴപ്പമില്ലെന്നാ അല്ലേ? ഞാനിത് ഇങ്ങനെ, എനിക്ക് ഈ വിഷയം ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി ചെല്ലണം. അപ്പൊ എന്താ, കൈയൊന്ന് കൊടുക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക്. അത് ബീച്ചിൽ പോകുമ്പോ കൈ കൊടുക്കലല്ല, 4 ആളെ കാണിക്കാനേ. കോഴിക്കോട് ബീച്ചിൽ പോകുമ്പോൾ ഞാനും ഭാര്യയും നല്ല സൗഹാർദ്ദത്തിലാണെന്ന് പറഞ്ഞ കൈ കഴിച്ചിട്ടുണ്ടല്ല, അവിടെ തോളത്ത് കൈ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. വീട്ടിനകത്തല്ലേ അതറിയാൻ പറ്റും. അതാണ് പ്രൈവറ്റ്സി. അവിടെയാണ് യഥാർത്ഥ ജീവിതം. വീട്ടിനകത്ത് പഠനപ്പിണക്കവും പുറത്തിറങ്ങുമ്പോൾ ഞാനും പെടും. നമ്മളാണ് യഥാർത്ഥ മാതൃകാ ദമ്പതികൾ. അടുത്ത് ചെന്ന് നോക്കണം അല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ് സന്തുഷ്ട കുടുംബം. പരസ്പരം എന്നും ഒന്ന് റഹ്മത്തായിട്ട് നോക്കാൻ പറ്റണം. പറ്റുമോ? സാധിക്കുമോ? ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി ഓട്ടത്തിനിടയിൽ ഭാര്യയുടെ മുഖം ഒന്ന് നോക്കാൻ പറ്റുമോ?
ഭർത്താവിന്റെ മുഖം ഒന്ന് നോക്കാൻ പറ്റുമോ? എൻ്റെ പെങ്ങന്മാരിപ്പോൾ ആലോചിക്കണായിരിക്കും, ഓഹോ ഇദ്ദേഹത്തിന്റെ മുഖം നോക്കിയിട്ടാണ് ഇനി സന്തോഷിക്കാൻ. ഭർത്താവിന്റെ മുഖം നോക്കിയാണ് സന്തോഷിക്കാനുള്ളത്. കൈയൊന്ന് പിടിക്കണം. പാപങ്ങളതാ കൊഴിഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു തആല നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ യുവാക്കളും യുവതികളും അത് മനസ്സിലാക്കണം. ഏറ്റവും ധന്യപൂർണ്ണമാകുന്ന ജീവിതം ഇസ്ലാമിക കാഴ്ചപ്പാടിലാണത്. എന്തേ കാരണം എങ്ങനെയുള്ളതായ റഹ്മത്ത് അല്ലാഹു തആല ചൊരിയുന്നത് ശുദ്ധമാകുന്ന ഖുർആൻ തന്നെ പറയട്ടെ. أن خلق لكم من أنفسكم أزواجا. അല്ലാഹുവിന്റെ അമീയമാകുന്ന ദൃഷ്ടാന്തമായി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലാഹുവിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. സൂര്യനൊരു ദൃഷ്ടാന്തമാണ്, ചന്ദ്രനൊരു ദൃഷ്ടാന്തമാണ്, സാഗരം ഒരു ദൃഷ്ടാന്തമാണ്, മനുഷ്യനൊരു ദൃഷ്ടാന്തമാണ്, പറവകളൊരു ദൃഷ്ടാന്തമാണ്, ഓരോ പവിഴങ്ങളും ഓരോ ദൃഷ്ടാന്തമാണ്. പ്രപഞ്ചത്തിന്റെ പുൽക്കൊടി പോലെ പടച്ചവന്റെ ദൃഷ്ടാന്തമാണ്. ഓരോ ഇലകളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണെങ്കിൽ പടച്ച തമ്പുരാൻ മറ്റൊരു ദൃഷ്ടാന്തത്തിനെ പരിചയപ്പെടുത്തുന്നു. അല്ലാഹു പടച്ചിരിക്കും നിങ്ങളെ ഇണകളെ മറ്റൊരു മണ്ണിൽ നിന്നല്ല പടച്ച തമ്പുരാൻ പടച്ചിരിക്കുന്നത്. എന്റെ ഭാര്യ അല്ലാഹു തആല പടച്ചിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ ഭാഗത്ത് നിന്നാണ്. നിങ്ങൾ ഓരോരുത്തരെ ഇണകളെ പടച്ചിരിക്കുന്നത് നിങ്ങളെ ശരീരത്തിന്റെ ഭാഗത്ത് നിന്നാണ്. സ്വർഗത്തിലെ കിടന്നിറങ്ങുന്ന ആദം നബി എന്ന നമ്മുടെ പിതാവ്, സ്വർഗത്തിന്റെ മുഴുവൻ സുഖങ്ങളും ആസ്വദിക്കുന്ന പിതാവ്, തേനിനാലും പാലിനാലും കള്ളിനാലും ജലത്തിനാലുമുള്ള ആറുകൾ ഒഴുകുന്ന സ്വർഗം, ശിവാടരംഭത്തിന്റെ പരമോന്നതമാകുന്ന കേദാരമാകുന്ന സ്വർഗമുണ്ടല്ലോ. ആ കോടാനുകോട് ഹോർലിങ്ങളാകുന്ന സ്ത്രീകൾ അവിടെ ആർത്തുല്ലസിക്കുന്ന സ്വർഗത്തിന്റെ അകത്തളത്തില് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സമാധാനത്തിന്റെ പരിപൂർണത ലഭിച്ചില്ല, സ്നേഹത്തിന്റെ പരിപൂർണത ലഭിച്ചില്ല. ഏകാന്തരാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജീവിതത്തിന്റെ പരിപൂർണത പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു തആല ഇടതുഭാഗത്തുള്ള വാരിയിൽ എടുത്തുകൊണ്ടാണ് ഇണയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ പെണ്ണ് അന്യതല്ല, നിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, നിന്റെ അർദ്ധഭാഗമാണ്. പെണ്ണെ നിന്റെ ഭർത്താവിന്റെ അർദ്ധഭാഗമാണ് നീ. ആ ഹവ്വയെ കണ്ടപ്പോഴാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജീവിതത്തിന്റെ പരിപൂർണത കൈവന്നെങ്കിൽ എന്തിനാണ് പടച്ച തമ്പുരാൻ പടച്ചിരിക്കുന്നത്? ഒരു വസ്തുവിന്റെ പരിപൂർണതയിലാണ് സന്തോഷമെങ്കിൽ ചെറുപ്പക്കാരാ, നിന്റെ സമ്പൂർണമാകുന്ന ജീവിതത്തിന്റെ പരിപൂർണമാകുന്ന സമാധാനം കിട്ടണമെങ്കിൽ നീ ഒരു വിവാഹത്തിലൂടെ നിന്റെ പെണ്ണിനെ കണ്ടെത്തലാണ്. എന്തിനാണ് വിവാഹ ജീവിതം എന്ന് അറിയുമോ? സമാധാനം തല്ലിക്കെടുത്താനല്ല, ശാന്തി തല്ലിക്കെടുത്താനല്ല, സമാധാനം കൈവരിക്കാനാണ്. ആത്മാവിനും ശരീരത്തിനും സമാധാനത്തിന്റെ പാതയിലൂടെ കടന്നു പോകാനാണ്. പകല് മുഴുവനും തീചൂളുന്ന ജോലികളുമായി ബന്ധപ്പെട്ടിട്ട് അവസാന രാത്രിയിലതാ വീട്ടിന്റെ ഭൂമുഖവാതിലേക്ക് ഭർത്താവ് കടന്നു വരുമ്പോ അവനെ സ്വീകരിക്കാൻ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ സമ്മാനിക്കുന്ന സമ്മോഹനമാകുന്ന പുഞ്ചിരി അവന്റെ മനസ്സിന്റെ സമ്മർദ്ദങ്ങളതാ അലീച്ച് കളയുകയാണ്. നൂറുകണക്കിന് ജീവിതത്തിന്റെ പ്രശ്നങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവളാണ് ഖൈറായ പെണ്ണെന്ന്. ഏതാണ് നല്ല പെണ്ണെന്ന ചോദ്യത്തിന് പ്രവാചകൻ മറുപടി കൊടുത്തതെന്താ? കാണാൻ അഴകുള്ള പെണ്ണെന്നല്ല, കുടുംബ മഹിമയുള്ള പെണ്ണെന്നല്ല, ഒരുപാട് സ്വർണം ധരിക്കുന്ന പെണ്ണെന്നല്ല, ഒരുപാട് മാരുതി കാറുമായിട്ട് അതുപോലെ ഇന്നോവയുമായിട്ട് കടന്ന് ജീവിതത്തിന്റെ സ്ത്രീധനം വാങ്ങിച്ചു കൊണ്ടിരുന്ന പെണ്ണല്ല, അതുപോലെ തന്നെ അഹങ്കാരത്തിന്റെ പട്ടറുമാലുമായി കടന്നു പോകുന്ന പെണ്ണല്ല, അതല്ല അൻസബ
എന്ന മലബാറിന്റെ മലപ്പുറത്തിന്റെ നായികയായി മാറാൻ കൊതിക്കുന്നതായ ഏത് വേഷം അഭിനയിച്ചിരുന്നാലും ശരീരം കാണിക്കുന്നു, കുഴപ്പമില്ല എന്നൊരു അബൂബക്കറിന്റെ മകളാകുന്ന അൻസബ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അവളല്ല മണവാട്ടിയായി കടന്നു വരാനുള്ളത്. എന്റെ ചെറുപ്പക്കാരാ, മണവാട്ടിയായി കടന്നു വരാനുള്ള പെണ്ണാരാട്? നീ അവളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സർവ്വത്ത് നിന്നെ സന്തോഷിപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ, നിനക്ക് സന്തോഷം നൽകുന്ന പെണ്ണുണ്ടല്ലോ, നിനക്ക് സമാധാനം നൽകുന്ന പെണ്ണുണ്ടല്ലോ. വീട്ടിന്റെ അകത്തളത്തിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ഭാര്യ നിനക്ക് സമാധാനത്തിന്റെ വീടൊരുക്കുകയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോ, ഇന്നലെ വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു പുരുഷനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോ അവന്റെ സ്വഭാവം എന്തെന്നറിഞ്ഞുകൂടാ, അവന്റെ രീതി എന്തെന്നറിഞ്ഞുകൂടാ, അവളുടെ സ്വഭാവം ഏതാണെന്നറിഞ്ഞുകൂടാ, അവളുടെ ശൈലി ഏതാണെന്നറിഞ്ഞുകൂടാ. പക്ഷെ അല്ലാഹു തആല ആ ആണിന്റെ പെണ്ണിന്റെ ഇടയില് വിവാഹമെന്ന ഉടമ്പടി ചേർക്കപ്പെടുമ്പോ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. അല്ലാഹു സ്നേഹവും കാരുണ്യവും ആ ദമ്പതികൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇന്നലെ വരെ ഒരു പരിചയമില്ല, പെണ്ണ് കണ്ടുപോയതേ ഉള്ളൂ. പക്ഷെ ഇന്ന് പരിചയപ്പെടൽ കൂടുതലാണ് കേട്ടോ. മൊബൈൽ ഫോൺ പെണ്ണ് കാണുമ്പോൾ സമ്മാനം. എന്താ ഗാലക്സി, സാംസങ് ഗാലക്സി ഒരു മൊബൈൽ എന്താ പിടിച്ചോ. പെണ്ണ് കണ്ടിട്ട് വരുമ്പോ എന്താ വിളിക്കാൻ, എന്തിനാണ് വിളിക്കാൻ, അങ്ങ് വിളി, തൊരതൊരാ വിളിയാണ്. കല്യാണത്തിന് സംസാരിക്കാനൊന്നുമില്ല, കല്യാണത്തിന് മുമ്പ് എല്ലാം സംസാരിച്ച് തീരും. ഇന്നത്തെ ചെറുപ്പക്കാരുടെ രീതിയാണ്. അതിന് മാതാപിതാക്കളെ കൂട്ടു നിൽക്കുന്ന ഹറാമിന്. അവര് വിവാഹം കഴിക്കട്ടെ, വിവാഹം കഴിക്കുമ്പോഴാണ് ഹലാലാകുന്നത്. അതിനുമുമ്പേ ജസ്റ്റ് ഒന്ന് കണ്ടുപോയതേ ഉള്ളൂ. അപ്പോൾ ഒരു ഫോൺ എടുക്കും, പിന്നെ മനസ്സ് കൈമാറലാണ്. വിളിച്ച് 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 രാത്രിയും പകലില്ല വിളിച്ച് അവസാനം വിവാഹം കഴിഞ്ഞ് 3-ന്റെ അന്ന് തൊലാക്കും. എന്താ കാര്യം? വിവാഹത്തിന് മുമ്പുള്ള ജീവിതം ഇങ്ങനെ ഒരുപാട് പറഞ്ഞു കൊടുക്കും. ഞാൻ അവനെ സ്നേഹിച്ചു, ഞാൻ അവളെ സ്നേഹിച്ചു, കിട്ടിയില്ല, അവസാനം നിന്നെയാണ് കണ്ടെത്തിയത്. അപ്പൊ അവള് മനസ്സിൽ കുറിച്ചിട്ട് എടാ ശരി തന്നെ നീ. അപ്പൊ സ്നേഹം കൂടുമ്പോ ഇവളും അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ അവനെ കണ്ടു, അവനെ ഇഷ്ടപ്പെട്ടു, ഞാൻ കോളേജ് തലത്തിൽ കണ്ടതാണ്, പിന്നെ അവനെ മറന്നുപോയി. അപ്പൊ ഇവനും മനസ്സിൽ കുറിച്ചിട്ട് കൊള്ളാം. അപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് യാദൃച്ഛികമായിട്ട് ഈ പെൺകുട്ടി തന്റെ കോളേജ് ജീവിതത്തിൽ കണ്ട ഒരു പുരുഷനെ കണ്ടുമുട്ടിയാൽ ഇവന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് പാകലായി. ഫോൺ വിളിച്ചപ്പോ ഇവള് പറഞ്ഞിരുന്നു ശരിയല്ലേ, കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ അബ്ദുൽ ബാരി സാഹിബ് ചിരിക്കണം, അതിന് അർത്ഥം കൊടുക്കൂന്നാണ് അല്ലേ? അങ്ങനെ കൊടുക്കല. എന്റെ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലത്തൊക്കെ ആ പതിവുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഞാൻ അതിനെ പ്രസംഗിച്ചിട്ടുണ്ട്. കൊടുത്തിട്ട് സമ്മാനമായിട്ട് കൊടുത്തിട്ട് അറിയണം, ഇരിക്കട്ടെ എന്ന്. അത് നല്ല നടപടിയല്ല, ഇസ്ലാമിന് ഉചിതവുമല്ല, അത് തെറ്റാണ്. അങ്ങനെ പരസ്പരം സംസാരിക്കാം, വിവാഹം കഴിയട്ടെ. അങ്ങനെയുള്ള രണ്ട് സംസ്കാരത്തിൽ ജീവിച്ചവർ സ്നേഹം അല്ലാഹു തആലയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുക. ഭർത്താവിനോട് ഭാര്യയ്ക്ക്, ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് ഭർത്താവ്. അല്ലാഹു തആല നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ആ സ്നേഹം നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹവും ആ ലാളിത്യവും ആ മനോഹാരിതയും അങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ജീവിതത്തിന്റെ, വിവാഹ ജീവിതത്തിന്റെ അമൂർത്തമാകുന്ന ഭാവം എന്താണ്? ഒരു തലമുറ ആർജിച്ചെടുക്കലാണ്, ഒരു സന്താനമുണ്ടാകണം. എങ്ങനെയുള്ള സന്താനം? അടുത്ത തലമുറകൾ ഇസ്സത്ത് നിലനിർത്തുന്ന, ദീനിനെ നിലനിർത്തുന്ന തലമുറ. അതിന് ആരെങ്കിലും വിവാഹം കഴിച്ചാൽ നടക്കോ? സൗന്ദര്യം മാത്രം നോക്കി, സമ്പത്ത് മാത്രം നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് വിവാഹം കഴിച്ചാൽ വിവാഹം ശരിയാകുമോ? അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ പറ്റുമോ? കൂലങ്കഷമാകുന്നു. അടുത്ത തലമുറയുടെ എല്ലാ തലങ്ങളും, എല്ലാ ഭവിഷ്യവും അടങ്ങിയിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭർത്താവായി തിരഞ്ഞെടുക്കപ്പെടുന്നവനും അടുത്ത തിരഞ്ഞെടുക്കുന്ന ഭാര്യയായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീയിലും അത് ചേർത്തിരിക്കും. നാം തിരഞ്ഞെടുക്കുന്ന സ്ത്രീയും പുരുഷനും, അത് കുടുംബത്തിലെ രക്ഷകർത്താക്കൾ, കാരണവർമാർ അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യും. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, അത് പരാജയപ്പെട്ടാൽ എല്ലാം പരാജയമാണ്. ഇന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട് തുങ്കഹൽ മർഅതു ലി അർബ ഖിസാലിൻ ലിമാലിഹാ വലിജമാലിഹാ
വലിഹസബിഹാ വലിദീനിഹാ. വിവാഹ കമ്പോളത്തിലേക്ക് ഓരോ പെൺകുട്ടിയും കൊണ്ടുവരപ്പെടുന്ന 4 കാരണങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിരിക്കുന്നു. ലിജമാലിഹാ, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കപ്പെടുന്ന അവളെ സൗന്ദര്യം നോക്കിയിട്ടാണെങ്കിൽ, വലിമാലിഹാ അവളെ സമ്പത്ത് നോക്കിയിട്ടാണെങ്കിൽ, വലിഹസബിഹാ അവളെ കുടുംബം നോക്കിയിട്ടാണെങ്കിൽ, വലിദീനിഹാ അവളുടെ മതബോധം നോക്കിയിട്ടാണ് വിവാഹം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇവിടെ ആർജവമുള്ള വിവാഹ ജീവിതത്തിന്റെ സന്തുഷ്ടമാകുന്ന ഭാഗങ്ങൾ ഉണ്ടാകുന്ന എവിടെയാണ്? ഏത് പ്രയാസത്തിലും ഭർത്താവിന് താങ്ങാകുന്ന, ഏത് പ്രശ്നത്തിലും ഭർത്താവിന് താങ്ങാകുന്ന, ഏത് അവസരത്തിലും ഭർത്താവിനോട് നിൽക്കുന്ന സൽവൃത്തയാകുന്ന സച്ചരിതയാകുന്ന ഒരു ഇണയെ വേണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? വലിദീനിഹാ, ദീനുള്ളൊരു പെണ്ണിനെ തിരഞ്ഞെടുത്തോ. പ്രിയപ്പെട്ടവരെ, സൗന്ദര്യത്തിന് അപ്പുറമായി, കുടുംബമഹിമയ്ക്ക് അപ്പുറമായി, അതുപോലെ തന്നെ സമ്പത്തിന് അപ്പുറമായി തിരഞ്ഞെടുക്കാനുള്ളത് നിന്റെ ജീവിതത്തിന് സമാധാനം വേണോ? അല്ലാഹുവിനെ ഭയക്കുന്നൊരു പെണ്ണിനെ തിരഞ്ഞെടുത്തോ. തീരുള്ള നിസ്സാരമുള്ള ഇബാദത്തുള്ള സർവ്വതയാകുന്നൊരു പെണ്ണിനെ, അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് നീ തിരഞ്ഞെടുത്തു. അവിടെയാണ് സന്തോഷം കളിയാടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പറഞ്ഞെന്നറിയുമോ? നമ്മളെ മക്കള് നന്നായി തീരണമോ? നമ്മളെ മക്കള് നന്നായി തീരണമോ? ആ മക്കള് നന്നായി തീരണമെങ്കിൽ ഉമ്മ നല്ലവളായി തീരണം. ഉമ്മ നന്നാകാതെ മക്കള് നന്നാകത്തില്ല. അതാണ് പൂർണ്ണമായി മനസ്സിലാക്കാറുള്ളത്. സ്വന്തം കുട്ടികൾ ഖൈറിന്റെ പാതയിലേക്ക് വരുന്നത് ഉമ്മയെ കണ്ടിട്ടാണ്. ഉമ്മയാണ് റോൾ മോഡലുകളായി മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു തആല 2 കൂട്ടം ഭാര്യമാരെ പരിചയപ്പെടുത്തുകയാണ്. 2 രീതിയിലുള്ള ഭാര്യമാരെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയെ പരിചയപ്പെടുത്തി തരുന്നു. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ, ആ ഭാര്യയിലൂടെ ജനിച്ചതായ കൻആൻ എന്ന പൊന്നുമോ, ആ കൻആൻ എന്ന മോനെ ദീനിന്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിച്ചില്ല. മറിച്ച് കൻആൻ എന്ന പൊന്നുമോനതാ ദീനിൽ നിന്ന് അകന്നുകൊണ്ട് തൂഫാൻ ജലപ്രളയത്തിൽ നശിച്ചു പോകുന്നതായ രീതിയിൽ മരണപ്പെട്ടു പോകുന്ന രീതിയാണ് കണ്ടതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഉമ്മയുണ്ടായിരുന്നു. വിശുദ്ധമാകുന്ന കഅബ കണ്ടവരെ, സഫാ മർവയിൽ സഅയ് ചെയ്തവരെ, നിങ്ങൾ വിശുദ്ധമാകുന്ന സഫാ മർവയിലേക്ക് ചെല്ലുമ്പോ ഒരു കറുത്ത സുന്ദരിയാകുന്ന പെണ്ണിനെ കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടോ? ഹാജറ എന്ന സുന്ദരിയെ കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയാകുന്ന, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന കറുകറുത്തിരിക്കുന്ന പെണ്ണ് ഹാജറ എന്ന കറുത്ത സുന്ദരി. ആ കറുത്ത സുന്ദരിയുടെ അഴകല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകർഷിച്ചത്. ദീനീ ബോധമാണ്. വെള്ളമില്ലാത്ത, ജനവാസമില്ലാത്ത, സസ്യങ്ങളില്ലാത്ത, ഫലവഷ്ടമില്ലാത്ത, കത്തിക്കാളുന്ന സൂര്യന്റെ താപമേറ്റ് ചുട്ടുകൊള്ളുന്ന മരുഭൂമിയുടെ അകത്തളത്തിലേക്ക് പൊന്നുമോനെ 2 മാസം പ്രായം വരുന്ന ഇസ്മായിൽ എന്ന പൊന്നുമോനെ ഹാജറ എന്ന ഭാര്യയെ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപേക്ഷിക്കുമ്പോൾ ഹാജറ പരാതി പറഞ്ഞില്ല. ഹാജറ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചില്ല. ഹാജറ ഇബ്രാഹിം നബിയോട് അട്ടഹസിച്ചില്ല. ഹാജറ അല്ലാഹുവിന്റെ ഖലീലാകുന്ന ഇബ്രാഹിം നബിയോട് ചോദിച്ചു, അല്ല പ്രിയതമാ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മരുഭൂമിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് ആളുകളില്ലാത്ത, വെള്ളമില്ലാത്ത, പക്ഷികളില്ലാത്ത, ജനവാസമില്ലാത്ത, തരിശാകുന്ന ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അല്ലാഹു പറഞ്ഞിട്ടാണോ നബിയേ? ഹാജറ ബീവി റളിയല്ലാഹു തആല ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഗൾഫിന്റെ അകത്തളത്തിലേക്ക് പാറിപ്പറഞ്ഞു പോകുന്ന ഭർത്താക്കന്മാരെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ശരീരത്തിന്റെ രക്തത്തുള്ളുകളെ വേർപ്പുതുള്ളുകളായി നിങ്ങളെ ജീവിതം ഓടി പിടിപ്പിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാനുള്ള നല്ലൊരു വീട് കണ്ടെത്താൻ വേണ്ടി, നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ അണിയിച്ചു വരാൻ വേണ്ടി, നിങ്ങളുടെ ജീവിതം നല്ല നിലയ്ക്കും വിലയ്ക്ക് പോകാൻ വേണ്ടി, ജീവിതത്തിന്റെ ഏകാന്തവാസത്തിന്
വേണ്ടി ഗൾഫിലേക്ക് പാറി പറന്നു പോകുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. അതുപോലെ ഹാജറ ബീവി റളിയല്ലാഹു തആല ഒറ്റയ്ക്കതാ പറഞ്ഞു വിടുമ്പോ കയ്യിൽ 5-6 റൊട്ടിയും അല്പം വെള്ളം മാത്രമുള്ള അമ്മിഞ്ഞ പാല് കൊടുക്കുന്ന 2 മാസം പ്രായം വരുന്ന ഇസ്മായിൽ എന്ന പൊന്നുമോനെ ഉപേക്ഷിക്കുമ്പോ ഹാജറ എന്ന പ്രിയപ്പെട്ട പെണ്ണ് ചോദിച്ചതെന്താ? അല്ല പ്രിയപ്പെട്ട ഭർത്താവേ, അല്ലാഹു പറഞ്ഞിട്ടാണോ ഉപേക്ഷിച്ചെന്ന് ചോദിച്ചപ്പോ അതെ അല്ലാഹു പറഞ്ഞിട്ടാണ് ഹാജറ ബീവി റളിയല്ലാഹു തആല മറുപടി കൊടുക്കുന്നുണ്ട്. ഇതല്ല അല്ലാഹു പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഉപേക്ഷിക്കുന്നെങ്കിൽ, ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലാഹു ഞങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല, അല്ലാഹു ഞങ്ങളെ പ്രയാസപ്പെടുത്തത്തില്ല, അല്ലാഹു ഞങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോനെ മാറോട് ചേർത്തുകൊണ്ട് അമ്മ വളർത്തിയെങ്കിൽ അവസാനം 7-ാമത്തെ വയസ്സില് അതല്ല 12-ാമത്തെ വയസ്സില് കഅബ പണിയാനുള്ള നേരത്തേക്ക് കടന്നു വരുമ്പോ മിനയുടെ താഴ്വാരത്തില് ഇസ്മായിൽ എന്ന പൊന്നുമോന് 90-ാമത്തെ വയസ്സില് മക്കളാഗ്രഹിച്ചു ഇബ്രാഹിം നബിക്ക് അല്ലാഹു 90-ാമത്തെ വയസ്സിൽ കൊടുത്ത പൊന്നുമോനുണ്ടല്ലോ. എത്രയോ ദമ്പതിമാരോട് ഉണ്ട്. ഇന്ന് എന്റെ റൂമിലേക്ക് കടന്നു വന്നിട്ടൊരു ചെറുപ്പക്കാരൻ നിറഞ്ഞ കണ്ണുകളുമായി എന്നോട് പറഞ്ഞത്, പ്രിയപ്പെട്ട ഉസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, എനിക്ക് കുട്ടികളില്ല ഉസ്താദേ, സദസ്സുവെന്ന് ദുആ ചെയ്യുമോ? അല്ലാഹുവേ, ഇബ്രാഹിമിയുടെ ബർക്കത്ത് കൊണ്ട് ആ പൊന്നുമോന് നീ സുന്ദരനാകുന്നൊരു കുട്ടിയെ കൊടുക്കണേ അല്ലാഹ്. എന്നൊരു വീട്ടിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി പോയപ്പോ ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള ഒരാൾക്ക് 10 കൊല്ലത്തോളം കഴിഞ്ഞിട്ടും ദമ്പതിമാരെ അവർക്ക് മക്കളില്ല, അവർക്കൊന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞെങ്കിൽ 90-ാമത്തെ വയസ്സിൽ കണ്ണിന്റെ കുളിർമയായിട്ട് അല്ലാഹു തആല കൊടുത്ത ഇബ്രാഹിം എന്ന പൊന്നുമോന് ആർക്ക് സഹിക്കാൻ പറ്റും? നിങ്ങളെ ബലി കൊടുക്കാൻ അല്ലാഹു തആല പറയുമ്പോ കണ്ണിന്റെ കരളാകുന്ന പൊന്നുമോന്, കണ്ണിന്റെ കുളിർമയാകുന്ന പൊന്നുമോന് മിനാ താഴ്വാരത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തില് ഉപ്പയതാ പൊന്നുമോന് ചോദിച്ചതെന്താ? അല്ല പൊന്നുമോന് ഇസ്മായിലേ, നിന്നെ കൊണ്ടുപോകുന്ന മല കാണിക്കാനല്ല, നിന്നെ കൊണ്ടുപോകുന്ന സ്ഥലം കാണിക്കാനല്ല, നിന്നെ കൊണ്ടുപോകുന്ന രസമാകുന്ന യാത്രയ്ക്ക് വേണ്ടിയല്ല പൊന്നുമോനെ, നിന്റെ കഴുത്തെറുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്, നിന്റെ ശിരസൊന്ന് ഛേദിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, പൊന്നുമോനെ നിന്നെ ബലി കൊടുക്കുക എന്ന് പറയുന്ന അവസരത്തില് ഹാജറ വളർത്തിയ പൊന്നുമോനുണ്ടല്ലോ ഇസ്മായിൽ എന്ന പിതാവ്, ഇസ്മായിൽ എന്ന പൊന്നുമോന്റെ അടുക്കല് ഇബ്രാഹിം എന്ന പിതാവ് 7 വയസ്സ് വരെ ഉണ്ടായിരുന്നില്ല, അതല്ല 12 വയസ്സ് വരെ ഉണ്ടായിരുന്നില്ല. ഇബ്രാഹിം നബിയുടെ സംസ്കാരം നേരിട്ട് കണ്ടുപഠിച്ചിട്ടില്ല, മറിച്ച് ഹാജറ എന്ന മാതാവിന്റെ സംസ്കാരമാണ് പ്രിയപ്പെട്ട മോൻ പഠിച്ചെടുത്തത്. ഹാജറ എന്ന പെണ്ണിന്റെ സംസ്കാരമുണ്ടല്ലോ, ഹാജറ എന്ന പെണ്ണിന്റെ മാതൃക, വനിതയാകുന്ന പെണ്ണിന്റെ ജീവിത ശൈലിയുണ്ടല്ലോ, അല്ലാഹുവായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, അതാ പൊന്നുമോ സ്വീകരിച്ചിരിക്കുന്നു. ഹാജറയുടെ തേജസ്സത്ത മകൻ സ്വീകരിച്ചിരിക്കുന്നു. ആ മകനതാ ഇബ്രാഹിം നബി എന്ന പിതാവിനോട് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ ഉമ്മയെല്ലാം പഠിപ്പിച്ചിട്ടാണ് എന്നെ വളർത്തിയത്, അതുകൊണ്ട് എന്റെ കഴുത്തറുക്കുന്ന വിഷയത്തിൽ അമാന്തം കാണിക്കണ്ട. രാജാതിരാജനായ അല്ലാഹുവിന്റെ വിളി അങ്ങ് നടപ്പാക്കണം പിതാവേ എന്ന പൊന്നുമോ 7 വയസ്സുകാരൻ അതല്ല 12 വയസ്സുകാരൻ പിതാവിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇസ്മായിലിന് ഈ സംസ്കാരം കൊടുത്തതാരാണ്? ഇബ്രാഹിം നബി അല്ല, ഹാജറ എന്ന ഉമ്മയാണ്, ഹാജറ എന്ന പെണ്ണാണ്, ഹാജറ എന്ന ഭാര്യയാണ്, ഹാജറ എന്ന മാതാവാണ്. ഇസ്മായിൽ എന്ന പ്രവാചകന് പൊന്നുമോന് ഈ സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നല്ല മക്കൾ നിനക്ക് ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നീ കണ്ടെത്തേണ്ട പെണ്ണ് ഏതാണ്? പടച്ചവനെ ഭയക്കുന്ന സൂക്ഷ്മതയുള്ള പെണ്ണിനെയാണ്. അല്ലേ? ശരിയല്ലേ? അവിടെ പഠിപ്പിച്ച ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചതല്ലേ? സമയം പോയോ? എന്താ പഠിപ്പിച്ചതാരാ? ഇബ്രാഹിം നബി അല്ലല്ലോ, ഇബ്രാഹിം നബി അല്ല, മറിച്ചാരാ? ഹാജറ. ഇബ്രാഹിം നബി സ്ഥലത്തില്ല, പ്രബോധനത്തിന് പോയി.
ആ മോനെ വളർത്തിയത് ഹാജറയാണ്. നിങ്ങളെ അതേപോലെ നിനക്ക് വളർത്താൻ പറ്റണം. അങ്ങനെ വളർത്തണമെങ്കിൽ പെണ്ണാരായിരിക്കും? എന്തിനെ സ്വീകരിക്കാണ്? ആലപ്പുഴ ജില്ലയിൽ 301 പവൻ കൊടുത്ത് കെട്ടിച്ചു. പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവിതം നീളത്തിന് പോയില്ല. ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി കൊല ചെയ്യപ്പെട്ടു. എത്ര വാർത്തകൾ, സമ്പത്ത് മാത്രം മോഹിച്ചുകൊണ്ട് നടന്ന കല്യാണങ്ങൾ എല്ലാം അസ്തമിച്ചു പോയി. എന്തോ ചെലവുകളാ വിവാഹത്തിന്, എന്ത് ചെലവുകളാ! ഏറ്റവും ചെലവ് കുറഞ്ഞ വിവാഹത്തിനാണ് ബർക്കത്തെന്ന് മുഹമ്മദ് മുസ്തഫ. 1.5 ലക്ഷം രൂപയ്ക്കുള്ള ഓഡിറ്റോറിയം, AC കണ്ടീഷൻ, 250 രൂപ ചെലവിൽ ഭക്ഷണം ഒരാൾക്ക്. ഓ എന്നതാ അത്! 250 രൂപ. ബൊഫേ സംസ്കാരം, ബൊഫല്ലോ സംസ്കാരം, നിന്നുകൊണ്ട് തിന്നാൻ, നിന്നുകൊണ്ട് ആഹാരം. അവിടെ ചിക്കൻ, ഇവിടെ മട്ടൻ, ഇവിടെ ബീഫ്, അത് കഴിഞ്ഞ പിന്നെ എന്താ ഉള്ള അത് എല്ലാം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഐസ്ക്രീം, അതിന്റെ കൂടെ ഒരു ജിലേബി, അതും കൂടെ തീർന്നു. ഇത് പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുത്താൽ എത്ര രസമായിരുന്നു ആ സമ്പത്ത്. കല്യാണം അടിച്ചു പൊളിക്കുകയാണ്. ജീവിതത്തിൽ ഒറ്റ കല്യാണമേ ഉള്ളൂ, അത് ഏറ്റവും മംഗളമാക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ രണ്ടാമത് കെട്ടുമ്പോഴോ ആരും അറിയൂല. വീട്ടിനകത്ത് പള്ളിക്കകത്ത് ആരും അറിയാതെ കെട്ടി അല്ലേ? എത്ര ഇങ്ങനെ വില പിടിച്ച കല്യാണം. എൻ്റെ നാട്ടിൽ 88 ലക്ഷം രൂപ വിവാഹ സമ്മാനമായ ഒരു കാറ്. 88 ലക്ഷം രൂപയായി. ഒരാൾക്ക് 600 രൂപ ചെലവിന് 1000 പേര് പങ്കെടുക്കുന്ന വിവാഹമാണെങ്കിൽ 6 ലക്ഷം രൂപ ആഹാരത്തിന്. 6 ലക്ഷം രൂപ. നബിതങ്ങൾ പറഞ്ഞു ഏറ്റവും ചെലവ് കുറഞ്ഞ വിവാഹത്തിനുള്ള ബർക്കത്തെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ എങ്ങനെ ഇവിടെ ബർക്കത്തുണ്ടാവും? ആഡിറ്റോറിയത്തിൽ ആണും പെണ്ണും എല്ലാം കൂടെ ഇടകലർന്ന് അല്ലേ? ഇവിടെ എങ്ങനെയാണോ? ഉണ്ടോ ഓഡിറ്റോറിയം? ആഹാരം കഴിക്കുന്നപ്പോഴും സങ്കലം ഇല്ലല്ലോ, സെപ്പറേറ്റ് ആണ്. രക്ഷപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുമിച്ചോട്ട് ആഹാരം കഴിക്കും. മൊബൈൽ ഫോണിൻ്റെ നമ്പരൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വിളി തുടങ്ങും. 3 കെട്ടിയ പെണ്ണത് ആവും അടുത്തവൻ്റെ കൂടെ. ഇത് സർവ്വസാധാരണ നടക്കണേ. അതുകൊണ്ട് ഭാര്യമാര് ഭർത്താക്കന്മാരെ മൊബൈൽ ചെക്ക് ചെയ്യണത് നല്ലതാണ്. ഭർത്താക്കന്മാരുടെ മൊബൈൽ ഭാര്യയും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക്. പണ്ട് ഒരു ഭർത്താവ് ഭാര്യയ്ക്കൊരു മൊബൈൽ വാങ്ങിച്ചു. സംഭവം ഒറിജിനലാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. വാങ്ങിച്ചു കൊടുത്തു. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മൊബൈൽ നഷ്ടപ്പെട്ടു. ഭർത്താവ് പറഞ്ഞു ഇന്ന് മേലെ മൊബൈലിന്റെ കാര്യം പറഞ്ഞ പോലും വാങ്ങിച്ചു തരില്ല. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ വാങ്ങിച്ചു കൊടുത്ത സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടിമയാണല്ലോ. നമ്മൾ പറയും ഇന്ന് മേലെ കിട്ടിപ്പോലും ശരിയാക്കി കളഞ്ഞു. പണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കേട്ടുവിടാം, മിണ്ടാതിരിടാന്ന് പറഞ്ഞു. അവർ ചെന്ന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമൊന്നുമില്ല, നേരെ വാറണ്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെന്ന് ജയിലിൽ കൊണ്ടിട്ട് കളയും. ഇല്ല, എങ്ങനെയല്ല ഇപ്പോഴത്തെ നിയമം? പെണ്ണിനെല്ലാം കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനമില്ല, പുരുഷ പീഡനമാണ് നടക്കണേ. അതുകൊണ്ട് ഭർത്താക്കന്മാരെല്ലാം ചേർന്ന് ഒരു സൊസൈറ്റി തുടങ്ങാൻ പോവാണ് പീഡനത്തിന്റെ പേര്. ജയിലിൽ കയറ്റിക്കളയെന്ന് പറയുമ്പോൾ ഭർത്താവ് ഓ സന്തോഷം, ഞാൻ അതാ മിണ്ടാതിരുന്നേ, എനിക്ക് ഇഷ്ടമുള്ള നീ ചെയ്തോ അല്ലേ? ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഒന്നും പറയാൻ പറ്റൂല. ചീത്ത വിളിച്ചാൽ കുഴപ്പമാണ്, അടിച്ചാൽ കുഴപ്പമാണ്, വിഷയമെല്ലാം. പണ്ടങ്ങനെയല്ലായിരുന്നു. പണ്ട് ഇങ്ങനെ ചവിട്ടി നിരക്കുന്ന രീതിയിൽ. അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഈ ഭർത്താവ് ഭാര്യയ്ക്ക് മൊബൈൽ ഓൺ ചെയ്തു, മൊബൈൽ കളഞ്ഞു പോയി. അവസാനം കുന്തം പോയ കുടത്തിനും തപ്പണമല്ലോ, അടുക്കള മുഴുവൻ തപ്പി അരിക്കലത്തിലും നോക്കി, മൊബൈൽ കിട്ടിയില്ല. ഭർത്താവ് ജോലിക്ക് പോയി ആഴ്ചയിൽ ഒരിക്കൽ തിരിച്ചു വരുള്ളൂ. അപ്പോൾ വീട്ടിൽ വിളിക്കാനുള്ള സൗകര്യമില്ല. തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഒരു മൊബൈൽ, പുതിയ മൊബൈൽ കൊണ്ടെടുത്തിട്ട് പറഞ്ഞു ഇനി മേലെ ഈ മൊബൈൽ കളയരുത്, ഇനി വാങ്ങിച്ചിരില്ല, ശരിയാക്കും. അങ്ങനെ 3-4 മാസം കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചൊരു യാത്രയ്ക്ക് പോകുന്ന അവസരത്തിൽ ഭാര്യ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭർത്താവ് ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്നേഹത്തോടു കൂടി, അങ്ങനെയാണല്ലോ ചില സമയത്ത്, എടേ നിന്റെ സാരി എന്തെങ്കിലും ഉണ്ടോ ഇസ്തിരി ഇടാൻ? ജീവിതത്തിൽ ആദ്യത്തെ ചോദ്യമാണ് കേട്ടോ. നിന്റെ സാരി വല്ലോ തുണി വല്ലോ ഉണ്ടോ ഇസ്തിരി ഇടാൻ എന്ന് ചോദിക്കും. അങ്ങനെ പതിവില്ലല്ലോ സാർ, അങ്ങനെയുണ്ടോ പതിവ്? ഇസ്തിരി ഇട്ടോന്നല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. ഇത് നേരെ തിരിച്ച് ഇസ്തിരി ഇടാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു ആ അലമാരയുള്ള ബ്ലൂ കളർ സാരി, നീല കളർ സാരി അതൊന്നെടുത്ത്. ഈ മനുഷ്യൻ ആദ്യമായിട്ടാണ് അലമാര തുറക്കുന്നത്. അലമാര തുറന്നു, നീല കളർ സാരി എടുത്തു. ഓണത്തിന് ഫ്രിഡ്ജിൻ്റെ ഒപ്പം ഒരു സ്റ്റെബിലൈസർ ഫ്രീ എന്ന് പറയുന്നത് പോലെ, ഓണത്തിന് ഒരു ടെലിവിഷൻ്റെ കൂടെ ഒരു CD പ്ലെയർ ഫ്രീ എന്ന് പറയുന്നത് പോലെ, ഓണത്തിന് അങ്ങനെയല്ലേ, ക്രിസ്മസിന് ഇന്നതിൻ്റെ കൂടെ ഇന്നത് ഫ്രീ എന്ന് പറയുന്നത് പോലെ, സാരിയുടെ കൂടെ ഫ്രീ ഒരു മൊബൈല്.
സാരിയുടെ ഒരു മൊബൈൽ കിട്ടി ഫ്രീ ആയിട്ട്. ഏതാ മൊബൈല്? അതൊക്കെ ശരിയാക്കാം, വിഷയം ഇവിടത്തെത്തൂല മിക്കവാറും. അപ്പൊ എന്താ, സാരിയുടെ കൂടെ ഒരു ഫ്രീ ആയിട്ട് കിട്ടി എന്തോ മൊബൈൽ, പഴയ മൊബൈൽ. ഭർത്താവ് തുള്ളിച്ചാടി, ഓ രക്ഷപ്പെട്ട് വളച്ചവനെ, കളഞ്ഞു പോയ മൊബൈൽ കിട്ടിയല്ലോ. ആ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ഫുൾ ചാർജ്, ബാറ്ററിയും ഫുൾ ചാർജ്, അതിലുള്ളതായ റീചാർജും ഫുൾ ചാർജ്. അപ്പൊ ഭർത്താവ് 3-4 മാസം കഴിയുമ്പോൾ നഷ്ടപ്പെട്ട മൊബൈൽ ഫുൾ ചാർജ്, ബാറ്ററി വീക്കാവാനുള്ളതാണല്ലോ. എടുത്തു നോക്കി, ഒന്ന് കുത്തി നോക്കിയപ്പോൾ ഒരു നമ്പർ നല്ല ഓട്ടം പോയിരിക്കും. ഒരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും താറുമാറാ വിളിച്ചിരിക്കുന്നു. ആ നമ്പർ എടുത്തിട്ട് ഭർത്താവ് അതൊക്കെ വിളിച്ചു. അപ്പുറത്ത് ഘനഗംഭീരത്തോടൊരു ശബ്ദം, ഇന്ന് നിന്റെ ഭർത്താവ് വരുമെന്നല്ലേ പറഞ്ഞത്, വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ വിളിച്ചത്? തൊല്ലക്കുത്തുക്കി തീർന്നു. ഒറിജിനൽ സംഭവമാണ്. ഇതുപോലെ എത്ര പോരാത്തതിന് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഭാഗത്തുള്ള ഒരാൾ സൗദി അറേബ്യ നാട്ടിലേക്ക് വന്നു. 2 പിഞ്ചോമന മക്കളുണ്ട്. അവൻ നാട്ടിലേക്ക് വന്നത് ആ ഭാര്യ അറിഞ്ഞിട്ടില്ല. നാട്ടിലേക്ക് വന്നത് അവൻ പോയത് കാമുകിയുടെ അടുത്തേക്ക്. മുമ്പ് ടെലിഫോൺ ബൂത്തിലെ ബന്ധത്തിൽ കാമുകിയുടെ വീട്ടിൽ ചെന്ന് 15 ദിവസം അവിടെ താമസിച്ചു. എന്നിട്ട് രാത്രിയാകുമ്പോൾ മൊബൈൽ എടുത്തിട്ട് വിളിക്കും വീട്ടിലേക്ക്, ആ പ്രിയപ്പെട്ടവളെ ഞാൻ അങ്ങ് സൗദിയിലാണ്, വരുമ്പോൾ നിനക്ക് സാരി കൊണ്ടുവരാം, സ്പ്രേ കൊണ്ടുവരാം, കമ്മൽ കൊണ്ടുവരാം, എല്ലാം കൊണ്ടുവരാം വിളിച്ചു പറയുന്നു. 15 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ പൊക്കിയപ്പോഴാണ് അറിഞ്ഞത് ഭർത്താവ് നാട്ടിൽ 15 ദിവസം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഫോൺ വഴി വരുന്ന ആപത്തുകളാണ്. അതുകൊണ്ട് 10ലും +1ലും +2ലൊക്കെ പഠിക്കുന്ന മക്കളെ കയ്യിൽ സാംസങ്ങിന്റെ മൊബൈൽ കൊടുക്കരുത്. ഞാൻ ഒരിടത്ത് പ്രസംഗിച്ചു. ഒരു ഉമ്മ 17,000 രൂപയ്ക്കുള്ള മൊബൈൽ ഓർഡർ ചെയ്തിരുന്നതിനെ പ്രസംഗം കേട്ടിട്ട് 1,300 രൂപയ്ക്കുള്ള മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. ആ കുട്ടി പ്രാവിയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വിഷയം വേറെ. ഞാൻ പറയും, തുറന്നു പറയാ, കൊടുക്കരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ അടിത്തറ ഇളകിപ്പോകുന്ന രീതിയിലുള്ള വിവാഹ ജീവിതങ്ങൾ മാറുന്ന സാഹചര്യത്തിൽ അതിലുപരിയായ ദീനിന്റെ മതനിഷ്ഠയ്ക്ക് അല്ലാഹുവിനെ ഭയക്കുന്നവരെ കണ്ടെത്തണം. നമുക്ക് ഒരുപാട് ചരിത്രങ്ങളും മുൻഗാമികളും ഉണ്ടല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടന്നു പോവുകയാണ്. വിശാലമാകുന്ന മദീന റിപ്പബ്ലിക്കിന്റേതായ അധിപനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോകുമ്പോൾ അർദ്ധരാത്രിയുടെ രാവുകൾ കഴിഞ്ഞുകൊണ്ട് പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്ന മഹാനായ ഉമർ തങ്ങള് അവസാനമതാ ഒരു ചെറ്റക്കുടലിന്റെ പനയോലപ്പാ കൊണ്ട് മേഞ്ഞിരിക്കുന്ന വീട്ടിന്റെ അടുക്കിലൂടെ നടന്നു പോകുമ്പോ അതേ ആ രാത്രിയുടെ അവസാന യാമത്തിലൊരു ഉമ്മയതാ മകളോട് പറയുന്നു, പൊന്നുമോളെ, ഇതാ പാലിൽ വെള്ളം ചേർക്കാനുള്ള സമയമായിരിക്കുന്നു. ആ പൊന്നുമോള് പാലിൽ വെള്ളം ചേർക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഉമ്മയോട് പറഞ്ഞ് എങ്ങനെങ്ങാനേ വാർത്ത ഉമററിഞ്ഞോ നമ്മുടെ ശിരസുകൾ ഛേദിക്കപ്പെടുന്നതാണെന്ന് പറയുമ്പോ എവിടെയോ കിടന്നിറങ്ങുന്ന ഉമറിനെന്താ ചിന്തയെന്ന് ചോദിച്ചിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു നിശബ്ദമായി കേട്ടു നിൽക്കുന്ന അവസരത്തിൽ ആ പൊന്നുമോള് പറഞ്ഞതെന്താ, പൊന്നുമ്മ, ഉമറിനെ മാറ്റിവെച്ചിരുന്നാൽ, ലോകത്തുള്ള എല്ലാവരുടെ കണ്ണുകൾ മൂടിക്കെട്ടിയിരുന്നാൽ, ആകാശ സീമകൾ ലംഘിച്ചുകൊണ്ട് കാഴ്ച കടന്നു വരുന്ന രാജാതിരാജനെ മറന്നുകൊണ്ടൊരു ജീവിതമില്ലല്ലോ. ഉമ്മ, ഞാനെങ്ങാനും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഈ പാലിലേക്ക് വെള്ളം ചേർക്കാം, നാളെ അള്ളാഹുവിന്റെ കോടതി പിടിച്ചു നിർത്തുമല്ലോ ഉമ്മ എന്ന 16 വയസ്സ് വരുന്ന കൗമാരക്കാരി ലോകത്തോട് വിളിച്ചു പറയുമ്പോ വീട്ടിന്റെ മുറ്റത്ത് പ്രച്ഛന്ന വേഷനായി വന്ന ഉമർ എന്ന മഹാനുഭാവനുണ്ടല്ലോ, ആ ഉമറിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, ഈ വിശുദ്ധമാകുന്ന മദീനയില് എന്നെക്കാൾ ഈമാനുള്ള വടച്ചവനെ ഭയക്കുന്ന സൂക്ഷ്മതയുള്ള ഇതേ കൗമാരക്കാരിയാകുന്ന പൊന്നുമോളുണ്ടല്ലോ. ഉടനെ തന്നെ വീട്ടിലേക്ക് പോയിട്ട് എന്താണ് ചെയ്തെന്നറിയുമോ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാകുന്ന ആസിമിനെ വിളിച്ചുകൊണ്ട് പറയുന്ന, പൊന്നുമോനെ, നിനക്ക് വേണ്ടി ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടടാ. ഈ മദീനയിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതായ ആ പെൺകുട്ടിയെ നിന്റെ മണവാട്ടിയായി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാകുകയാണ്. അവളുടെ സൗന്ദര്യം എന്നെ എന്താണ് ഞാൻ കണ്ടിട്ടില്ല. അവളുടെ ഉമ്മയോ പാൽക്കാരിയാണ്, പാല് വിറ്റ് ജീവിക്കുന്ന കുടുംബമാണ്. അവരുടെ വീടിന്റെ വലിപ്പം എന്നെ ആകർഷിച്ചിട്ടില്ല. അതുപോലെ ഭൗതികമാകുന്ന സാഹചര്യങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല. മറിച്ച് അല്ലാഹുവിനെ ഭയക്കുന്ന പെണ്ണായതുകൊണ്ട് പൊന്നുമോനെ,
അവളെ നീ ഭാര്യയായി സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്ന അവസരത്തില് ആസിന് തയ്യാറാകുന്നു. അതേ, ആ പെൺകുട്ടിയെ കൊട്ടാരത്തിലേക്ക് വിളിക്കുമ്പോ പതറുന്ന ചുണ്ടുകളുമായി ഇടറുന്ന തൊണ്ടയുമായി ചലിക്കുന്ന പാദങ്ങളുമായി കടന്നു വരുന്ന പെണ്ണതാ. അല്ലാഹുവേ, ഇന്നലെ ഉമ്മയുമായിട്ട് സംഭാഷണം എങ്ങാനും അമീറുൽ മുഅ്മിനീൻ കേട്ടോ അല്ലാ, അത് കാരണമായി ശിക്ഷ വിധേയമാക്കാൻ വേണ്ടിയാണ് വിളിക്കുന്ന ഭയത്തോടുകൂടി കടന്നു വരുമ്പോ രാജാവാകുന്ന അമീറുണ്ടല്ലോ, മദീന റിപ്പബ്ലിക്കിന്റെ അധിപനുണ്ടല്ലോ, ഭരണാധികാരി ഉണ്ടല്ലോ, ലോകചരിത്രത്തിന്റെ അസന്നിഗ്ധമാകുന്ന ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇസ്ലാമിക ലോകത്തിനെ പ്രചരിപ്പിച്ച നീതി എന്ന 2 വാക്ക് ലോകത്തേക്ക് പകർന്നു കൊടുത്ത ഇറാഖ് മുതൽ വിശുദ്ധമാകുന്ന കഅബ വരെ പെണ്ണിന് ആണിന്റെ തുണയില്ലാതെ യാത്ര ചെയ്യാമെന്ന് ചരിത്രകാരന്മാര് ചേർത്ത് വെച്ചിരിക്കുന്ന കാലഘട്ടം ഏതാണോ, ഓരിപ്പിടിച്ച വാളമായ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോ സൂറത്ത് ത്വാഹയുടെ ആദ്യ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ നെടുനായകത്വം ഏറ്റുപറഞ്ഞ പ്രവാചകന്റെ തൃപ്പാദത്തിന്റെ അടുക്കലേക്ക് തലവെച്ചുകൊണ്ട് കിടക്കുന്ന മദീന മുനവ്വറയിലെ റൗള ശരീഫിന്റെ 3-ാം ഭാഗത്ത് കിടന്നിറങ്ങുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, പൊന്നുമോളെ, എന്റെ മോനെ നീ മണവാളനായി സ്വീകരിക്കുമോ? നടക്കുമോ നമ്മുടെ ഇടയിൽ? ഭരണാധികാരി തന്റെ മോന് പാൽക്കാരിയാകുന്ന പെൺകുട്ടിക്ക് കൊടുക്കുകയാണ്. ബക്കറ്റാ, വെള്ള ബക്കറ്റോ? ഞാനൊന്നും എടുത്തിരുന്നു. അതെ, ആരും പൊക്കിടയില്ല കേട്ടോ. കുടുംബജീവിതം നോക്കുമ്പോൾ അവിടെ ഇവിടെ ഒന്ന് കേൾക്കാൻ എല്ലാവരും പുറത്തു നിന്ന് കേൾക്കുക. ഭാരമായതൊന്നും ഇടാതെ ഭാരം കുറഞ്ഞ നോട്ടുകൾ മാത്രം ഇടുക. 1000 500 ഒക്കെ ഇട്ട് എന്നാൽ കുഴപ്പമൊന്നുമില്ല. കാര്യമായ രീതിയിൽ എന്ത് ചെയ്യുക, സഹായിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഞാൻ നിർത്തുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ഭർത്താവിന്റെ കടമ എന്ത്, ഭാര്യയുടെ കടമ എന്ന് ചുരുക്കി ഞാൻ പറയൂത്. അത് കേട്ടിട്ട് ഇവിടെ നിന്ന് പോകാവൂ. ഭർത്താവിന്റെ കടമ എന്ത്, ഭാര്യയുടെ കടമ എന്ത് എന്ന 1-2 കാര്യങ്ങൾ, അതിലൂടെ എങ്ങനെ കുടുംബജീവിതം റാഹത്താക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ, ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ മകന് വേണ്ടി സ്വീകരിച്ച പെൺകുട്ടി പാൽ വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ മകളെയാണ്. എന്നിട്ടെന്തായി, ശ്രദ്ധയോടെ എഴുതി കേൾക്കണം. ആ ദാമ്പത്യ വല്ലരിയിൽ ഒരു പെൺകുട്ടി ജനിച്ചു, ഫാത്തിമ. ഫാത്തിമയെ വിവാഹം കഴിച്ചു ഒരു രാജാവ്. ആ ഫാത്തിമയ്ക്കും രാജാവിനും കൂടി ജനിച്ചു 2ാമത്തെ ഉമർ എന്ന് ലോകം അറിയപ്പെട്ട ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ജനിച്ചത് ആ പാൽ വിറ്റ് ജീവിക്കുന്ന സ്ത്രീയുടെ മകൾ അവരുടെ മകളുടെ മകനായിട്ടാണ് കടന്നു വന്നത്. ഒന്ന് ശ്രദ്ധിച്ച്, ഒന്ന് ആലോചിച്ച് ആ പരമ്പര എങ്ങോട്ട് പോയെന്ന്. അള്ളാഹുവിനെ ഭയക്കുന്ന പെൺകുട്ടിയെ തന്റെ മകന് വേണ്ടി സ്വീകരിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പരമ്പര വന്നത് ലോകം അറിയപ്പെട്ട ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് എന്ന നവോത്ഥാന നായകന്റെ ജനനത്തിന് കാരണമാകുന്ന കുടുംബ ബന്ധമായി മാറി. ആ രീതിയിൽ ദീനുമായിട്ട് ബന്ധമുള്ള പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്ത്രീയുടെ കാര്യമാണെങ്കിൽ നാം നമ്മുടെ മകൾക്ക് വേണ്ടി ആരെ തിരഞ്ഞെടുക്കണം? ഇങ്ങോട്ട് പുരുഷന്മാരുടെ ശ്രദ്ധിക്കും, സ്ത്രീയുടെ ശ്രദ്ധിക്കും. ആരെയാണ് നമ്മുടെ മകൾക്ക് മണവാളനായി സ്വീകരിക്കാനുള്ളത്?